അയ്യോ, എന്തൊരു തണുപ്പാ ഇവിടെ. ഇവിടെ മൊത്തം തണുത്തുറഞ്ഞിരിക്കുക. കണ്ടില്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പോലും തണുത്ത് ഐസായി പോയി. അയ്യോ, അങ്ങനെയല്ല എന്റെ ഹണി, ഇതൊന്നും തണുത്തുറഞ്ഞതല്ല. ഈ സാധനങ്ങളെല്ലാം ഐസ് കട്ട കൊണ്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഐസ് ഫെസ്റ്റിവൽ. എന്റെ അമ്മേ, ഹോളിഡേ ആഘോഷിക്കാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങനെ പോയാൽ എല്ലാവരും തണുത്തുറഞ്ഞ് ഇന്നത്തെ ദിവസം കൂൾ ഡേ ആവും. സംശയമുണ്ടോ? എന്റെ പോപട്ടെ, ഇതൊക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? എൻജോയ് ചെയ്യാൻ നോക്ക്. നീ പറഞ്ഞത് സത്യമാടാ. ജീവിതത്തിൽ എന്തായാലും ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല. കം ഹിയർ. ഈ ഐസ് ഫെസ്റ്റിവൽ അടിപൊളിയാണ്. വെള്ളത്തേക്കാൾ കൂടുതൽ ഇവിടെ ഐസ് ആണുള്ളത്. നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഈ ഐസ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ ചെയ്യുകയാണ്. വെൽക്കം, വെൽക്കം, വെൽക്കം. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ലോക്കലും പിന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളും ഇവിടെ പെർഫോം ചെയ്യും. അതുവരെ നിങ്ങൾ ഈ ഐസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളുടെ ഭംഗി ആസ്വദിക്കൂ. പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അതായത് കം ഹിയർ. അല്ലിതാര് ഡോക്ടർ ബാലു? താനാരാണ്? സത്യത്തിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. കാനയിലൊഴുകുന്ന വേസ്റ്റാണ് ഞാൻ. ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ട ഗസ്റ്റാണ് ഞാൻ. എല്ലാ കരടികളും നമ്മുടെ ഡോക്ടർ ബാലു ആവണമെന്നില്ല. സംശയമുണ്ടോ? കൊള്ളാലോ, എനിക്കും അതുപോലെ ചെയ്യണം. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തേ. അയ്യോ, സോറി ബ്രോ. എന്റെ അനിയ, നിന്റെ പെർഫോമൻസ് തകർക്കുമായിരുന്നല്ലോ. പക്ഷെ അവസാനം ഇത്രയും തകരുന്നു വിചാരിച്ചില്ല. ഒന്നും ചോർന്നു പോകാതെ നോക്കണേ അനിയ. സോറി ബ്രോ, എന്റെ വെല്ലുവിളിയും കാരണം തന്റെ പെർഫോമൻസ് കുളമായല്ലേ? ആളുകൾ വല്ലാണ്ട് കളിയാക്കി. എന്റെ ഹണി, നിന്നെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഈ വിദേശത്ത് നീ ഞങ്ങളെ നാറ്റിക്കൂടെ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. മ്യൂസിക് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. വേഗം വാ, മ്യൂസിക് പെർഫോമൻസ് തുടങ്ങാൻ പോവുകയാണ്. ജാക്കിനെ ആരും ഇതുവരെ ഇങ്ങനെ കളിയാക്കിയിട്ടില്ല. എന്റെ നാട്ടിൽ എന്നെ തന്നെ അപമാനിച്ചിരിക്കുന്നു. അതും നിങ്ങൾ കാരണം. ഇനി ഫെസ്റ്റിവലിൽ ആളുകൾ നിങ്ങളെ കളിയാക്കിച്ചിരിക്കും. മാത്രമല്ല, ഈ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഞാനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. നമ്മുടെ വീട്ടിലുണ്ട് ടെലിവിഷൻ, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഒരു മിഷൻ. ഇതാണ് നമ്മൾ കാത്തിരുന്ന മ്യൂസിക് കോമ്പറ്റീഷൻ. അപ്പോൾ ആദ്യമായി പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ ലോക്കൽ ബോയ് ജാക്ക്. അടിപൊളി. മഹാവിഷ്ണുവിന്റെ കയ്യിൽ സുദർശനമായിരുന്നു. വളരെ ഗംഭീരമായ ഒരു പ്രദർശനമായിരുന്നു. ജാക്ക് ഈസ് ബാക്ക്. ഹായ് ആൻഡ് താങ്ക്സ്. അപ്പോ നിങ്ങൾക്ക് എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ അതിഥികളുടെ പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്കത് കാണാം. സ്വാഗതം ചെയ്യാം ഹണി ആൻഡ് ഹിസ് ടീം. എന്ന കടലിൽ നിന്നും നല്ല ഐഡിയ എന്ന തിമിംഗലമാണല്ലോ പുറത്തു വന്നത്. എന്റെ സുഹൃത്താണ് മിസ്റ്റർ ജോണ്. നമ്മുടെ അതിഥികൾക്കും പെർഫോം ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. അതെന്തായാലും കൊള്ളാം, നല്ല രസമായിരിക്കും. അതെ അതെ, നല്ല രസമായിരിക്കും. ഇതോടെ ആളുകൾ നിങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചിട്ട് പറയും ജാക്ക് ഈസ് ദ ബെസ്റ്റ്. ഓക്കേ. എന്റെ അമ്മേ, ഇതിന് ഭയങ്കര തണുപ്പാണ്. അതെ, നമ്മൾ നമ്മുടെ പെർഫോമൻസ് കൊണ്ട് ഇത് ചൂടാക്കേണ്ടി വരും. സംശയമുണ്ടോ? ഇവന്മാരെന്തിനാ എന്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? അയ്യോ കൂട്ടുകാരെ, എന്റെ ഡ്രം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കോട്ടെ, നീ കണ്ണു ചെയ്യേ. എല്ലാരും നല്ല ഹാപ്പി മൂഡിലാണ്. എന്തായാലും മ്യൂസിക് അടിപൊളി. നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എന്തായാലും താങ്ക്സ്. ചെയ്തതൊക്കെ എനിക്ക് തന്നെ തിരിച്ചടിച്ചോ? കം ഹിയർ.
നിങ്ങൾ ഞങ്ങളെ ആവേശഭരിതരാക്കി. എന്റെ മനസ്സ് ധൃതങ്ക പുളകിതമായിരിക്കുകയാണ്. നിങ്ങൾ ബാക്കിയുള്ള പരിപാടികളിലും പങ്കെടുക്കണം എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതിനെന്താ, ഞങ്ങൾ റെഡിയാണ്. എന്താ ചെയ്യേണ്ടത്? ദാ അവിടെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ദാ ദർ. ഇതിപ്പോ കരടി എന്റെ ജോലി എളുപ്പമൊക്കെ തന്നിരിക്കുകയാണ്. ഇതെന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ആളുകൾ എന്നെ പുകഴ്ത്തും, ഇവന്മാരെ കളിയാക്കി കൊല്ലും. ജാക്കും അവന്റെ പാർട്ടി ജോക്കും ഇനി ഇതാ നിങ്ങളുടെ മുമ്പിൽ ആർട്ടിന്റെ ടാലന്റ് കാഴ്ചവെക്കാൻ പോവുകയാണ്. ഉം. അത് കലക്കി ജാക്ക്. We love you, ജാക്ക്. ഇത് കൊള്ളാലോ, ഈ ജാക്ക് അടിപൊളി ഫൈറ്ററാണ്. അപ്പൊ കൂട്ടുകാരെ, അടുത്തതായി ഞാൻ നിങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ വെപ്പണിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് കാണിച്ചു തരാം. ജാക്ക് ആൻഡ് പാർട്ടി ജോക്ക്, നിങ്ങൾ നിങ്ങളുടെ ഈ പെർഫോമൻസിലൂടെ ജനങ്ങളുടെ മനസ്സെന്ന പായസത്തിൽ മധുരം കൂട്ടിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മുന്നിൽ അടിപൊളി പെർഫോമൻസുമായി വരികയാണ് ഹണി ആൻഡ് ബണി. Come here. എന്റെ അമ്മച്ചി, അയ്യോ. ഹണി ബണി, ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട്. വേഗം ഫൈറ്റ് തുടങ്ങ. എന്റെ ചന്തി ചമ്മന്തിയായേ. ഹാ. എന്റെ അനിയ, ഇത് മാർഷൽ ആർട്സ് ആണോ അതോ നിങ്ങൾ തുണി അലക്കുകയാണോ? എടാ സോർദാറേ, ഇവന്മാർ രണ്ടുപേരും കൂടി നമ്മുടെ മാനം കളയുമെന്നാ തോന്നുന്നത്. ഈ തണുപ്പത്ത് പരിശീലനം ഇല്ലാത്തവർക്ക് ഈ ഐസ് പൊട്ടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യേ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ പോലെ സ്പെഷ്യൽ വെപ്പൺസ് ഒന്നും ഇല്ലല്ലേ? എന്തെങ്കിലും ഉണ്ടോ? കൊച്ചലിയ, സ്പെഷ്യൽ വെപ്പൺ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? എന്നാ തുടങ്ങിക്കോ. ഉം? യ്യ. അതെന്തായാലും സൂപ്പറായി. നിങ്ങൾ ജാക്കിനെ കടത്തി വെട്ടിയല്ലേ? യ്യ. ആഹാ, കൊള്ളാം കൊള്ളാം. ഈ അവസരത്തിലും ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അതിഥികൾ. ഇനി അടുത്ത പെർഫോമൻസിൽ നമ്മളെല്ലാവരും ആവേശത്തിന്റെ തേൻ നുണയാൻ പോവുകയാണ്. അതായത് മഞ്ഞുകട്ടകൾ കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കും. ഹായ് ജാക്ക്, താൻ അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ്. ഐ നോ, ജാക്ക് ഈസ് ദ ബെസ്റ്റ്. ഞാൻ ഇങ്ങനെയുള്ളവർക്കൊന്നും കൈ കൊടുക്കാറില്ല. എടാ, ഇവൻ ഭയങ്കര അഹങ്കാരിയാണ്. ഇത് അഹങ്കാരമൊന്നുമല്ല, കോൺഫിഡൻസ്. മഞ്ഞുകൊണ്ട് ഞങ്ങളെക്കാൾ നന്നായി പ്രതിമ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. പിന്മാറുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആളുകൾ കളിയാക്കി ചിരിക്കും. ഏയ് വേണ്ട വേണ്ട, ഞങ്ങളെ ഇളക്കണ്ട. എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും ഞങ്ങളെ കളിയാക്കി കഴിഞ്ഞാൽ ആ കാര്യം ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സംശയമുണ്ടോ? നമുക്ക് കാണാം. വിൽ സീ. എടാ, നന്നായിട്ട് ഉണ്ടാക്കാൻ നോക്ക്. ജാക്ക്, നീ നന്നായി പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിമയിലേക്ക് ഒന്ന് നോക്കിക്കേ. എടാ, ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ.
ഇപ്പൊ ഉറപ്പായി ഇനി എല്ലാരും ഇവന്മാരെ കളിയാക്കി കൊല്ലും. ഓ ഇത് ശരിക്കും അത്ഭുതമായിരിക്കുന്നല്ലോ. കം ഹിയർ. ഞാൻ എന്തായി കാണുന്നേ? സോറി സർ. നിങ്ങൾ ഇക്കാര്യത്തിൽ സോറി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളോട് താങ്ക് യു ആണ് പറയേണ്ടത്. ഇതെന്തൊരു അടിപൊളി പ്രതിമയാണ്. ഇത് കാണാൻ വേണ്ടി ലോകത്തുള്ള എല്ലാവരും ഇങ്ങോട്ട് വരും. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങൾ എല്ലാവരെയും സമ്മതിച്ചിരിക്കുന്നു. അതിമനോഹരം. താങ്ക് യു. താങ്ക് യു കൂട്ടുകാരെ. ഹീസ് റൈറ്റ്. സോറി, ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ജാക്കാണ്. ഞങ്ങൾ കറങ്ങാൻ വേണ്ടി വന്നതാ. ജാക്ക് ഞങ്ങളെ പെർഫോം ചെയ്യാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും കാരണം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അഭിമാനം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഇവിടെ ഉള്ളത് വരെ എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ? ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഇത്രയധികം അംഗീകാരം കിട്ടാൻ മാത്രം ഞങ്ങൾ എന്ത് സാധനം ഉണ്ടാക്കിയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ?